ഇനി ഹോസ്പിറ്റലിൽ പൈസ ചിലവാകുമോ എന്ന് ആലോചിച്ചിട്ട് പേടിക്കേണ്ട. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ആർക്കും തന്നെ. പക്ഷെ നമുക്ക് സാഹചര്യം കൊണ്ട് അതൊരിക്കലും ഒഴിവാക്കാനാവില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് ബില്ല് തരുമ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അഡ്മിറ്റ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാനാകില്ലെങ്കിലും ഇത്തരത്തിൽ കിട്ടുന്ന ബില്ലുകൾ വേണമെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ സാധിക്കും. മാസം 400-500 രൂപ പോലെ വളരെ ചെറിയൊരു തുക കൊടുത്തിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന ബില്ലുകൾ ഒഴിവാക്കാനാകും. പക്ഷേ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്ലാൻ എടുക്കണം, എത്ര രൂപയുടെ കവറേജ് എടുക്കണം, എങ്ങനത്തെ പ്ലാൻ എടുക്കണം, ആകെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? എന്നാൽ അതിനൊരു വഴിയുണ്ട്. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആശുപത്രി ചിലവൊക്കെ അറിയില്ല, വളരെ ഭീമമായ ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെയെങ്കിലും കവറേജ് എടുക്കുന്നതാണ് ബുദ്ധി. ഇനി അതിന് നിങ്ങളുടെ സാമ്പത്തികം സമ്മതിക്കുന്നില്ലെങ്കിൽ മാത്രം വളരെ ചെറിയൊരു പ്ലാനുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 1 കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ നോക്കേണ്ടത് നിങ്ങളുടെ വീടിനടുത്ത് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന പ്രീമിയം ഹോസ്പിറ്റലുകൾ ഏതൊക്കെ പ്ലാനുകൾ അവരുടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കിൽ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചികിത്സ കഴിഞ്ഞിട്ട് ക്ലെയിം ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമ്മൾ പ്ലാനുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള പ്ലാനുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ടോ, അതുപോലെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കുന്നതിനായിട്ട് ആഡ് ഓൺസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. ഇതൊക്കെ തന്നെ ഒറ്റ നോട്ടത്തിൽ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനോട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ വയസ്സും പിന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ഓൾ ഫിൽറ്റേഴ്സ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ള ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് എത്ര കവറേജ് വേണമെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ കാണുന്നത് റൂം റെൻറ്റ് ടൈപ്പാണ്. നമ്മളിപ്പോൾ ഒരു ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയിൽ റൂം റെൻറ്റ് ക്യാപ്പ് എന്നൊരു ലിമിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ഉള്ള ഒരു പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 1% നമുക്ക് റൂം റെൻ്റായിട്ട് അനുവദിക്കുക. അതായത് ഒരു ദിവസത്തേക്ക് 5000 രൂപ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10000 രൂപയുടെ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ 5000 രൂപ കമ്പനി കൊടുക്കുമല്ലോ, ബാക്കി 5000 ഞാൻ കൊടുത്താൽ മതിയല്ലോ എന്ന്. പക്ഷെ അതല്ല കാര്യം. ഇങ്ങനെയുള്ള പ്ലാനുകളിൽ ആ റൂം റെൻറ്റ് ലിമിറ്റ് അനുസരിച്ചിട്ടാണ് സർജറി, ഇഞ്ചക്ഷൻ, PP കിറ്റ് ഇങ്ങനെയുള്ള ചിലവുകളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 ലക്ഷം കവറേജ് ഉണ്ടെങ്കിലും അതിൻ്റെ പകുതി മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്തൊരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതാണ് ബുദ്ധി. അടുത്തത് പോളിസി ബെനിഫിറ്റ്സ് ആണ്. അതിൽ നമുക്ക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതായത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ കവറേജ് ഉള്ള ഒരു പോളിസി ഉണ്ടെന്ന് കരുതുക. നമ്മൾ ആ വർഷം ക്ലെയിം ചെയ്തു, ആ ഒരു 10 ലക്ഷവും തീർന്നു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ ഒരു പോളിസി റീസ്റ്റോർ ആയിട്ട് 10 ലക്ഷത്തിൽ വന്ന് നിൽക്കും. വീണ്ടും നമുക്ക് മറ്റൊരു കാര്യത്തിന് അല്ലെങ്കിൽ വീട്ടിലെ മറ്റൊരു അംഗത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കും. നമ്മൾ കുടുംബത്തിന് മൊത്തമായിട്ടൊക്കെ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉള്ള ഒരു പോളിസി നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അഡ്മിറ്റ് ആവുന്നതിന് മുന്നുള്ള കൺസൾട്ടേഷൻ മുതൽ ഡിസ്ചാർജ് കഴിയുന്ന വരെയുള്ള ദിവസങ്ങൾ വരെയുള്ള എല്ലാ ചിലവുകളും അതിൽ കവറാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് നല്ലൊരു പോളിസിനെ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ചേർത്തോണ്ടുള്ള ഫാമിലി പ്ലാൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതും 25% വരെ ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് എടുക്കാം. മാത്രമല്ല ഫസ്റ്റ് ഡേ തൊട്ട് BP, ഡയബറ്റിസ് പോലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ മാസം തോറും അടച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നില്ല. പിന്നെ പ്രവാസികളായവരൊക്കെ ഇത് എടുക്കുകയാണെങ്കിൽ അവരുടെ NRI അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 18% GST അവിടെ ഒഴിവാക്കി കിട്ടുമെന്നൊരു ലാഭമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിലവിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ആ ഒരു കമ്പനിയുടെ സർവീസിൽ നിങ്ങൾ തൃപ്തരല്ല, മറ്റൊരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ അതിനുമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ആ പ്ലാനൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം വരുന്ന പക്ഷം അവിടെ ടോക്ക് ടു എക്സ്പെർട്ട് എന്ന് കാണാം, ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. ഒരു മലയാളി തന്നെ നിങ്ങളെ വിളിച്ചിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു. ഈ ഫീച്ചേഴ്സിനെ പറ്റി നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.